എല്ലാവർക്കും ശ്രീരാഗ് റാംബോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ കാർ ഡാഷ് പോളിഷിംഗ് അഥവാ ഇൻറ്റീരിയർ പോളിഷിംഗ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മോട്ടോ മാക്സ് എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് ഡാഷ് പോളിഷിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 150 രൂപയ്ക്കകത്ത് MRP വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു പ്രോഡക്റ്റ് വെച്ചാണ് നമ്മൾ ഡാഷ് പോളിഷിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് പോളിഷും പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഡും കൂടിയാണ് വരുന്നത്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് വരുന്നത്. 100 ml ആണ് വരുന്നത്. ജസ്റ്റ് 150 റുപ്പീസിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ഇതേപോലത്തെ പാഡ് എടുക്കുക, അല്ലെങ്കിൽ സാധാ തുണിയായാലും മതി. ഇതിനകത്ത് ഇപ്പോൾ നല്ല ഡസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ നല്ലപോലെ തുടയ്ക്കുക. ഒന്നീ വാട്ടർ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങണം. അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നെ പോളിഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്നുള്ള ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു ഇതോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്താണ് ഏറ്റവും പ്രിഫറബിൾ. അതെടുത്ത് നല്ലപോലെ അകം തുടയ്ക്കുക. കോട്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണം. ഒരു സൈഡ് മാത്രമായിട്ടാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഓയിൽ പോലത്തെ ഒരു പ്രസൻസ് തോന്നും, പക്ഷെ അത് ആണ് അതിൻ്റെ ഒരു കോട്ടിങ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം ഈ തുടച്ച സൈഡും തുടയ്ക്കാത്ത സൈഡിൻ്റെ ഡിഫറൻസ്. നമ്മൾ തുടച്ച സൈഡ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പ്ലസ് ഷൈനിങ് വരും. ഇത് ഒരു ലെയറും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യണം. നമ്മളിപ്പോൾ ഒറ്റ ലെയറേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മൾ തുടയ്ക്കാത്ത ലെയർ. വെള്ളമുള്ള പാട് വരും. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഓരോ ഇത് ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. അത് കുഴപ്പമില്ല, ഫുള്ള് വീഡിയോ കാണിക്കുന്നില്ല. ഫുൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഗ്ലിംസ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. അത്രയും വളരെ കുറച്ച് ടൈം മതി. അടിച്ച സൈഡ് അടിക്കാത്ത സൈഡുള്ള വ്യത്യാസം നമുക്ക് ഒറ്റ സ്റ്റെപ്പിനാണ് മനസ്സിലാവുന്നത്. എക്സ്റ്റീരിയറിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് വരുന്ന ഫേഡഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വൈപ്പറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വൈപ്പറിൻ്റെ ബ്ലേഡിൽ ഇതാവാതെ നോക്കണം. നമ്മൾ കാർ ഇൻറ്റീരിയർ പോളിഷിംഗ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. ജസ്റ്റ് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുക, അതിനുശേഷം ഈ റബ്ബ് വെച്ച് ഫുള്ളൊന്ന് തുടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിന് പുറമെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഷൈനിങ് ലെയർ കിട്ടും. പിന്നെ സ്റ്റിയറിങ്ങിൽ നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. സ്റ്റിയറിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിങ് സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യാം. നമുക്കാണെങ്കിൽ സൈഡ് പില്ലർ പിന്നെ ഡോറിൻ്റെ ഫുള്ള് സൈഡെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം.
എക്സ്റ്റീരിയർ ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലും കൂടെ അപ്ലൈ ചെയ്യാം. ഷൈനിങ് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ UV പ്രൊട്ടക്ഷനും കൂടെ കിട്ടുകയാണ്. അപ്പോൾ വെയിലടിച്ചതിൻ്റെ കളർ പോകാനുള്ള ചാൻസും പറയും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. See you again.